ഈ ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു സംഭവം നടന്ന സ്ഥലത്താണ് ഇന്നത്തെ വണ്ടർലസ്റ്റ് കപ്പിളിൻ്റെ യാത്ര. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ലൈൻ നിങ്ങൾ പുറകിൽ സൂക്ഷിച്ച് കാണാം, ഒരു നീല ലൈൻ കാണാം. ഈ ഒരു പാതയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ ഒരു പാതയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു നീണ്ട 4 വർഷത്തെ ആ സ്വപ്നവും കഠിനാധ്വാനവും എല്ലാം ഫലത്തിൽ വന്ന ദിവസമാണ് 1903 ഡിസംബർ 17 എന്ന് പറയുന്നത്. സോ റൈറ്റ് സഹോദരന്മാർ അവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത ഒരു സ്പോട്ടാണ് ഈ കാണുന്നത്. സോ നിങ്ങൾക്കിവിടെ കാണാം ഒരു റെയില്. ഇത് അവരുടെ റൺവേക്ക് പകരം ഇതേപോലത്തെ ഒരു ഡോളി റെയിൽ ഉണ്ടാക്കിയിട്ട് അതിലാണ് അവർ റൺവേ ചെയ്തിരുന്നത്. സോ ഈ കാണുന്നത് ടേക്ക് ഓഫ് ചെയ്ത പോയിൻ്റ്. പിന്നെ അവിടുന്ന് 4 സ്പോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 കല്ലുകൾ. അത് 4 അറ്റംപ്റ്റിൻ്റെതാണ്. ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനൊരു ഈ ഒരു സ്ഥലത്ത് വരുന്നത്. കാരണം ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് ട്രിപ്പുകൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം
നമ്മൾ ഈ യാത്രയൊക്കെ നടത്തിയത് ഒക്കെ കാരണം ഈ വിമാനം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരുവാനും ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളും കാണാൻ കഴിയില്ല. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് വിമാനം ഉണ്ടാക്കി പറത്തിയ അതേ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ഫീല് വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല കേട്ടോ. റൈറ്റ് സഹോദരന്മാരിലെ ഓർവിൽ റൈറ്റ് എന്ന് പറയുന്ന ആളാണ് ആദ്യത്തെ അറ്റംപ്റ്റ് ചെയ്തത്. 12 സെക്കൻഡ് കൊണ്ട് 120 അടി ദൂരമാണ് വന്ന് ലാൻഡ് ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത്. ഈ ഒരു സ്പോട്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സഹോദരനായ വിൽബർ റൈറ്റ്, അദ്ദേഹമാണ് രണ്ടാമത്തെ ഫ്ലൈയിങ് അറ്റംപ്റ്റ് നടത്തിയത്. 12 സെക്കൻഡ് കൊണ്ട് 175 അടി ദൂരം, നമ്മൾ നേരത്തെ നിന്ന ആ ടേക്ക് ഓഫ് പോയിന്റിൽ നിന്ന് ഇവിടം വരെ 175 അടി ദൂരത്തിൽ വന്നിട്ട് ഇവിടെ ലാൻഡ് ചെയ്യാണ് ഉണ്ടായത്. ഈ കാണുന്നതാണ് മൂന്നാമത്തെ ലാൻഡിംഗ് പോയിൻ്റ്. ആ ടേക്ക് ഓഫ് പോയിന്റിൽ നിന്ന് 200 അടി ദൂരത്തിൽ 15 സെക്കൻഡ് കൊണ്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. റൈറ്റ് സഹോദരന്മാരിലെ ഓർവിൽ റൈറ്റ് ആണ് ആ അറ്റംപ്റ്റ് ചെയ്തത്. അന്നേ ദിവസം 4 അറ്റംപ്റ്റാണ് അവർ നടത്തിയത്. ആ 4 അറ്റംപ്റ്റ് നടത്തിയ ആ ഫ്ലൈറ്റിൻ്റെ പാതയാണ് ഈ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. 1889 അവർ ഈ ഫ്ലൈറ്റ് മെഷീൻ്റെ വർക്ക് ആരംഭിച്ചത്. അങ്ങനെ 4 വർഷം കൊണ്ട് 1903 ഡിസംബർ 17 ആയപ്പോൾ അവർ ആ ഫ്ലൈറ്റ് പറത്തി എന്താ പറയുക സക്സസ് ആവുകയാണ് ചെയ്തത്. അങ്ങനെ 4 വർഷത്തെ കഠിനാധ്വാനവും അവരുടെ സ്വപ്നവും എല്ലാം 4ാമത്തെ ഈ ഫ്ലൈറ്റിൽ അവർ പൂർത്തീകരിച്ചു എന്നുള്ള അങ്ങനെ വലിയൊരു ചരിത്ര നേട്ടമാണ് ഇവിടെ സംഭവിച്ചത്. എൻ്റെ ഈ പുറയിൽ കാണുന്ന ഈ ഒരു ഷെഡ്, ഇതിലാണ് റൈറ്റ് സഹോദരന്മാർ താമസിച്ചിരുന്നത്. ഈ ഒരു 4 വർഷം പ്രത്യേകിച്ച് അവർ സമ്മർ തൊട്ട് ഫാൾ അവസാനം വരെയാണ് ഇവിടെ വർക്ക് ചെയ്തിരുന്നത്. അവർ താമസിച്ച ഷെഡാണ്. അതേപോലെ ഈ ഫ്ലൈറ്റിൻ്റെ വർക്ക് നടത്തിയിരുന്ന വർക്ക്ഷോപ്പാണ് ഈ കാണുന്നത്. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് റൊനോക്ക് എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കിടക്കുന്ന ഏകദേശം 45 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഒരു കിടിലൻ എന്താ പറയുക നല്ല ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് ഈ ഒരു സ്ഥലം. റൈറ്റ് സഹോദരന്മാർ ആക്ച്വലി ഒഹായോ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. സൈക്കിൾ വർക്ക്ഷോപ്പുകാരായ 2 സഹോദരന്മാർ, അവർക്കൊരു സിസ്റ്ററും കൂടി ഉണ്ടായിരുന്നു. അവരുടെ വലിയ സ്വപ്നമായിരുന്നു ഈ ഫ്ലൈറ്റ് എന്നുള്ളത്. അങ്ങനെയാണ് അവർ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക മൊത്തം മണലായിരുന്നു. കാരണം ഇവിടുന്ന് കുറച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ സമുദ്രവും മണലുമാണ്. പൂഴി മണൽ നിറഞ്ഞു നിന്നൊരു വലിയൊരു ഗ്രൗണ്ടായിരുന്നു ഈ കാണുന്നത് മൊത്തം. അതുപോലെ തന്നെ ഭയങ്കര കാറ്റുള്ളൊരു ഏരിയ ആയിരുന്നു. അതുകൊണ്ടാണ് റൈറ്റ് സഹോദരന്മാർ ഈ ഒരു പ്രദേശം അവരുടെ ഫ്ലൈറ്റിൻ്റെ നിർമ്മാണത്തിനും അതേപോലെ ടേക്ക് ഓഫിനുമായിട്ടൊക്കെ അവർ തിരഞ്ഞെടുത്തത്. ഈ ഫ്ലൈറ്റിൻ്റെ കാര്യത്തോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാൻ നമ്മൾ ഒരു ഇൻഫർമേഷൻ കൂടി തരികയാണ്. ഈ ഒരു കുറേ സിനിമകൾ അതേപോലെ വെബ് സീരീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ഐലൻഡിനെ കുറിച്ച്. കാരണം ഇതൊരു മിസ്റ്റീരിയസ് ഡിസപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് 1545 കാലഘട്ടങ്ങളിൽ ഇംഗ്ലണ്ടുകാരാണ് ആദ്യത്തെ ഇവിടുത്തെ ഫസ്റ്റ് സെറ്റിലേഴ്സ്. റൊനോക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേകം ട്രൈബ് ആൾക്കാരാണ് ഇവിടെ സെറ്റിൽ ചെയ്തത്. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവരുടെ യാതൊരു ട്രേസ് പോലും കിട്ടാതെ അവർ ഈ ഒരു പ്രദേശത്ത് നിന്ന് അപ്രത്യക്ഷമായി. ഇന്ന് വരെ ആർക്കും കണ്ടെത്താൻ കഴിയാത്ത നിഗൂഢമായ ഒരു രഹസ്യമായിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അവരുടെ എന്താ പറയുക ഒരു ട്രേസും ഇല്ല. അവരിവിടുന്ന് ടോട്ടലി ഈ ദ്വീപിൽ നിന്ന് അവർ അപ്രത്യക്ഷരായിപ്പോയത് ഫസ്റ്റ് സെറ്റിലേഴ്സ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുള്ള ഒരു ദ്വീപാണിത്. അവരെ കടൽ കൊണ്ടുപോയോ വേറെ എന്തെങ്കിലും സംഭവിച്ചോ ഒക്കെ എന്താ പറയുക ഓരോരുത്തർക്കും ഓരോ ഗസ്സിങ് ആണ്. ആർക്കും ഒരു കറക്റ്റ് ഒരു ഐഡിയ ഇല്ല എന്ത് സംഭവിച്ചെന്ന്. പക്ഷെ എന്തൊക്കെയായാലും അങ്ങനെയുള്ളൊരു സ്ഥലം എന്താ പറയുക ആ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിന് തിരഞ്ഞെടുത്തൊരു സ്ഥലമായി മാറി. ഇനി നമ്മൾ സന്ദർശിക്കുന്നത് ഈ പാർക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം റൈറ്റ് സഹോദരന്മാർ എന്താ പറയുക ഒരുപാട് സമയം ചെലവഴിച്ച ഒരു ഭാഗമാണ് ഈ പാർക്കിൻ്റെ.
സോ നമ്മളിപ്പോൾ ഈ പാർക്കിൽ ഈ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കിൽ ബിഗ് ഡബിൾ ഹിൽ എന്ന് പറയുന്ന ഒരു കുന്നും പ്രദേശമാണ്. അന്ന് കാലത്ത് ഇത് മൊത്തം പൂഴി മണലായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്, പക്ഷെ ഒരുപാട് പുല്ലും കാര്യങ്ങളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പുറകിൽ കാണുന്ന വലിയൊരു സ്മാരകം, അതിനെ വിലാപ സ്മാരകം എന്ന് പറയും. അത് റൈറ്റ് ബ്രദേഴ്സിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 1932 ഇറക്റ്റ് ചെയ്തൊരു സ്മാരകമാണ്. 60 അടി ഉയരമുള്ളൊരു ഗ്രാനൈറ്റാണ്. സോ ഈ ഒരു കുന്നും പ്രദേശമായിരുന്നു അവരുടെ പരീക്ഷണത്തിൻ്റെ മെയിൻ ഒരു സ്പോട്ട്. കാരണം മൊത്തം പൂഴി മണൽ, അതേപോലെ നല്ല ഉയരമുള്ള പ്രദേശം, അപ്പോൾ കൂടുതൽ കാറ്റ് കിട്ടും. അപ്പം അവരുടെ ഗ്ലൈഡറൊക്കെ ആലോചിച്ച് നോക്കും. അപ്പോൾ നമ്മൾ നേരത്തെ താഴത്ത് കാണിച്ച പോലെ അവരുടെ ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഗ്ലൈഡർ സെറ്റ് ചെയ്തിട്ട് അത് അവർ രണ്ടുപേരും, സഹോദരന്മാർ രണ്ടുപേരും കൂടി ചുമന്ന് ഇവിടെ കൊണ്ടുവരും. അവരുടെ ഗ്ലൈഡർ എന്താ പറയുക 60 കിലോ 50 കിലോ അതൊക്കെ ആയിരുന്നു. അപ്പം ഇത്രയും മണലിൽ കൂടെ അതിൻ്റെ സാധനങ്ങളൊക്കെ ചുമന്ന് ഈ കുന്നിൻ്റെ മുകളിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ അവർ പരീക്ഷണം ചെയ്തിരുന്നത് ഈ കുന്നിൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു. അവരുടെ പരീക്ഷണത്തിന് ഈ ഒരു സ്പോട്ട് അവർ തിരഞ്ഞെടുത്തതിൽ ഒട്ടും അതിശയിക്കാനില്ല. കാരണം നമുക്ക് ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ വെറുതെ അന്തരീക്ഷത്തിലൂടെ പറക്കാനാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇത്രയും പൊക്കമുള്ള ഈ ഒരു കുന്നിൻ്റെ മുകളിൽ ആ മാർ സൈഡിലാണെങ്കിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ, നല്ല നീല ആകാശം, താഴത്ത് അടിപൊളി എന്താ പറയുക നിരന്ന് കിടക്കുന്ന ഒരു സമതല പ്രദേശം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് ഈ കാണുന്നതൊക്കെ ഉള്ളൂ ലോകത്തിൽ ആദ്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പറന്ന ഫ്ലൈറ്റിൻ്റെ ഒരു ഇൻസൈഡിലെ കാഴ്ചകളാണ് ഇത്. വിൽബർ റൈറ്റിൻ്റെ ഒരു പ്രതിമയാണ്. 2 സഹോദരന്മാരിൽ ഒരാൾ. ആകെ ഉണ്ടായിരുന്ന മിഷൻസ് ഇതാണ്, മിഷനറി ഐറ്റംസ്. അന്നത്തെ ആ ഫ്ലൈറ്റിൽ അവർ പറത്തിയ ഫ്ലൈറ്റിലെ ഏക മിഷനറി സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെയാണ്. പിന്നെ അതിൻ്റെ 2 പങ്ക, ഈ സൈഡിലൊരു പങ്ക, ആ ഒരു സൈഡിൽ പങ്കയുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് അന്ന് അവർ പറത്തിയ ആ ഫ്ലൈറ്റിൽ. ഹലോ ഗായ്സ്, ഞാൻ ബിനു, കോക്പിറ്റിൽ നിന്നും എൻ്റെ സഹ പൈലറ്റ് ഓർവിൽ റൈറ്റിനോടൊപ്പം. സോ അങ്ങനെ വളരെ ഒരു കിടിലൻ യാത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ. അങ്ങനെ നമ്മുടെ യാത്ര അവസാനിപ്പിച്ച് നമ്മളിവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ കൊണ്ട് തീരുന്നില്ല. പുതിയ പുതിയ യാത്രകളായി, സ്ഥലങ്ങളായി, അറിവുകളായി നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.